السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد. മാനവലോകത്തിന് മാർഗദർശനമായി അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമായ പുണ്യ റമളാൻ, മാസങ്ങളുടെ നേതാവായ നന്മയുടെ പൂക്കാലമായ റമളാൻ നമ്മിലേക്ക് കടന്നുവരികയാണ്. വളരെ നല്ല രൂപത്തിൽ അതിനെ സ്വീകരിക്കാനും ധാരാളം അമലുകൾ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. ഈ സമയത്ത് നാം വളരെയേറെ ഭീതിയിലാണ്, പ്രയാസത്തിലാണ്. കൊറോണ വൈറസിൻ്റെ ആധിക്യം ഒട്ടുമിക്ക രാജ്യങ്ങളെയും കവർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. 1.5 ലക്ഷത്തിലേറെ ജീവനുകൾ കവർന്നു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 500-ലധികം ആൾക്കാർ ഇതിനകം മരണപ്പെട്ടു. ഗൾഫിലുള്ള നമ്മുടെ പല സുഹൃത്തുക്കളും ഈ രോഗം കാരണം വളരെയേറെ പേടിയിലാണ്. ഭക്ഷണക്ഷാമം, ആർക്കും ആരെയും നേരിട്ട് കാണാനോ സംഗമിക്കാനോ ഒന്നിനും കഴിയുന്നില്ല. ലോക്ക്ഡൗൺ കൊണ്ട് എല്ലാവരും അവരവരുടെ വീടുകളിലാണ്, റൂമുകളിലാണ്. ജോലിയില്ല, ശമ്പളവുമില്ല. ഞാൻ കൂടുതലൊന്നും വിവരിക്കുന്നില്ല. ഇത്രയും കാലത്തിനിടയിൽ ഈയൊരു അവസ്ഥ നാം ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. എന്തിലേറെ പള്ളിയിൽ പോയി ഒരു വഖ്ത് ജമാഅത്തായി നിസ്കരിക്കാനോ ജുമുഅ നടത്താനോ പോലും കഴിയാത്ത ഈയൊരു അവസ്ഥ. ഈ രോഗം കാരണം മരണപ്പെട്ടാൽ അവസാനമായി ഒരു നോക്ക് പോലും കാണാൻ കഴിയാത്ത, മയ്യിത്ത് നിസ്കാരം പോലും വേണ്ട വിധം നിർവഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ ബലാ മുസീബത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ നാട്ടുകാരെയും ലോകം മുസ്ലിമീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എപ്പോഴും എല്ലാവരും ദുആ ചെയ്യുക. പള്ളികൾ അടച്ചിട്ടിരിക്കുന്ന, പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഈ അവസ്ഥയിലാണ് വിശുദ്ധ റമളാൻ നമ്മുടെ പടിവാതിലെത്തിയിരിക്കുന്നത്. ഇതിലൊന്നും നാം കുറേ ഭയന്നിട്ട് കാര്യമില്ല. സങ്കടം പറഞ്ഞതുകൊണ്ടൊന്നും വലിയ കാര്യമായില്ല. എല്ലാം അള്ളാഹു കണക്കാക്കിയതാണ്. എല്ലാം അള്ളാഹുവിൻ്റെ ഖലാ ഖദറിലല്ലാതെ ഇവിടെയൊന്നും നടക്കുകയില്ല. മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഏത് തരത്തിലുള്ള മുസീബത്തുകൾ വന്നാലും എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാ. അവർക്ക് എന്ത് പ്രയാസമുണ്ടായാലും, എന്ത് രോഗമുണ്ടായാലും, എന്ത് കഷ്ടപ്പാടുകളുണ്ടായാലും എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. ഈ സമയത്ത് നാം ചെയ്യേണ്ടത് അള്ളാഹുവിലുള്ള വിശ്വാസം, ഈമാൻ ഏറ്റുകയാണ്. ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നാം പാഠം പഠിക്കേണ്ടതും അതുതന്നെ. കൊറോണ എന്ന ഈ മഹാമാരി റമളാൻ എന്ന പുണ്യമാസത്തിലെ അമലിനെ തടയുകയില്ല. നമുക്ക് ഏറെയേറെ അമല് ചെയ്യാം. അത് എങ്ങനെയാണ്? അവരവരുടെ വീടുകളിൽ വെച്ച് ഭാര്യസന്താനങ്ങളോടൊപ്പം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാം. വീട്ടിലുള്ള ഭക്ഷണം നല്ല സന്തോഷത്തിൽ നോമ്പ് നോൽക്കാനും നോമ്പ് തുറക്കാനും ഉപയോഗിക്കുക. ഭാര്യസന്താനങ്ങളോടൊപ്പം 5 വഖ്ത് നിസ്കാരവും തറാവീഹ്, വിത്ർ നിസ്കാരവും ജമാഅത്തായി നല്ല സാവകാശത്തോടെ റാഹത്തായി നിസ്കരിക്കാം. ഹദ്ദാദോദാം. ഓരോ ഫർള് നിസ്കാരങ്ങളുടെയും മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരം, റവാത്തിബ് സുന്നത്തുകൾ, ളുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, തസ്ബീഹ് നിസ്കാരം എല്ലാം നമ്മുടെ ഭാര്യമാരുടെയും മക്കളുടെയും കൂടെ വീട്ടിൽ നിന്ന്
വളരെ നല്ല രൂപത്തിൽ നിർവഹിക്കാം. അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഘട്ടം കൂടിയാണ് ഈ തിരക്കില്ലാത്ത ഈ ഒഴിഞ്ഞ ഈ സമയം. പക്ഷേ മൊബൈലിൻ്റെയും ടി വിയുടെയും ദുരുപയോഗം നാം ഒഴിവാക്കിയേ പറ്റൂ. അത് ശാരീരികമായും മാനസികമായും പ്രത്യേകിച്ചു നമ്മുടെ ഈ റമളാനിലെ അമലിനെ വല്ലാതെ ബാധിക്കും. അല്ലാഹു തആല കാക്കട്ടെ. ഈ റമളാൻ എന്നത് ഖുർആനിൻ്റെ മാസമാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. ഒന്ന്, അല്ലാഹുവിൽ നിന്നും ലൗഹുൽ മഹ്ഫൂദിലേക്കുള്ള ഇറക്കം. രണ്ടാമത്തെ ഘട്ടം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും 1-ാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്കുള്ള ഇറക്കം. ഇത് ലൈലത്തുൽ ഖദ്റിലാണ്. 3-ാമത്തെ ഘട്ടം അവസരോചിതമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങൾക്ക് ഇങ്ങനെ ഇറക്കിക്കൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഖുർആൻ ഓതിക്കൊടുക്കാറുണ്ടായിരുന്നു. സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അഫ്ളലു തആത്ത്, അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ള അമല് ഇൽമു പഠിക്കലാണല്ലോ. അതിൽപ്പെട്ട ഏറ്റവും നല്ലൊരു പഠിക്കലാണല്ലോ വിശുദ്ധ ഖുർആൻ പഠനം. അതിനാൽ ഈ വിശുദ്ധ റമളാനിൽ ഖുർആൻ പാരായണം ചെയ്യാനും അത് പാരായണം ചെയ്ത് പഠിക്കാനും നല്ലൊരു സമയം നാം കണ്ടെത്തണം. വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ മക്കളെ അതിനുവേണ്ടി പരിശീലിപ്പിക്കണം. അതിന് നാം ആദ്യം ചെയ്യേണ്ടത് നാം തന്നെ ചെയ്തു കാണിച്ചു കൊടുക്കണം. മക്കൾക്കും ഭാര്യമാർക്കും. ഒരാൾക്ക് ഫാത്തിഹ മാത്രമേ ഓതാൻ അറിയൂ, അവൻ ഫാത്തിഹ ഓതട്ടെ. ഒരാൾക്ക് ചെറിയ ചെറിയ സൂറത്തുകളും മാത്രമേ ഓതാൻ അറിയൂ, എന്നാൽ അത് ഓതട്ടെ. യാസീന് മാത്രമേ ഒരാൾക്ക് ഓതാൻ കഴിയൂ, എന്നാൽ അത് ഓതട്ടെ. അതല്ല, വിശുദ്ധ ഖുർആൻ മുഴുവനും നോക്കിയോതാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും പുണ്യമുള്ളതും. അത് അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യട്ടെ. പക്ഷേ മുസ്ഹഫിൽ നോക്കിയോതൽ പ്രത്യേകം സുന്നത്താണ്. നോട്ടത്തിന് പ്രത്യേകം സുന്നത്തുണ്ട്. നമ്മുടെ കൈകളിലുള്ള മൊബൈൽ സ്ക്രീനിൽ നോക്കിയോതിയാൽ നോക്കിയോതിയതിൻ്റെ പ്രതിഫലം കിട്ടുകയില്ല, നോട്ടത്തിൻ്റെ പ്രതിഫലം കിട്ടുകയില്ല. ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും. വുളൂഇല്ലാത്തവർ, എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മൊബൈൽ നോക്കി ഖത്മുൽ ഖുർആൻ ഓതാം. പക്ഷേ അത് ശീലമാക്കരുത്. പരമാവധി ഖുർആൻ നോക്കി തന്നെ ഓതണം. ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല. നാം ഇന്നു തന്നെ ഈ എല്ലാ കാര്യങ്ങൾക്കും നല്ല ഒരു തീരുമാനമെടുക്കണം. ഈ വിശുദ്ധ റമളാനിനെ എങ്ങനെ എനിക്ക് ഉപയോഗപ്പെടുത്താം? ഒരുപാട് റമളാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. പലതിലും വേണ്ട പോലെ അമലുകൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ സമയം നമുക്ക് ഫുൾ ടൈം ഫ്രീയാ. അതിനാൽ വളരെയേറെ ഈ റമളാനിനെ നാം ഉപയോഗപ്പെടുത്തണം. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നാം ധാരാളം തെറ്റുകൾ ചെയ്തു പോയി. എല്ലാം കാരുണ്യവാനായ അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്ത് തൗബ ചെയ്യണം. എന്നിട്ട് നല്ലൊരു ജീവിതം കെട്ടിപ്പടയാൻ, അങ്ങനെ ബാക്കിയുള്ള ജീവിതം നല്ല രൂപത്തിലൂടെ മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം. ദിവസവും നല്ലൊരു സമയം ദീനിയായ കാര്യങ്ങൾ നമ്മുടെ സന്താനങ്ങളോട് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം, ജീവിതത്തിൽ ശീലിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞു, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. കത്തിക്കാളുന്ന നരകാഗ്നിയിൽ നിന്നും നിങ്ങളെയും
നിങ്ങളുടെ കുടുംബക്കാരെയും കാക്കണം. നമ്മൾ മാത്രം അമൽ ചെയ്താൽ പോരാ, നമ്മുടെ കുടുംബക്കാരെ കൊണ്ടും നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ ഭാര്യമാരവരെയും അമൽ ചെയ്യാൻ നാം പ്രേരിപ്പിക്കണം. ഈ വരുന്ന വിശുദ്ധ റമളാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരു നല്ല ജീവിതം തുടരാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ.